അങ്ങനെ ഞങ്ങളുടെ ക്രിസ്മസ് ദിവസം തുടങ്ങിയത് ഒരു കേക്ക് ഒക്കെ മുറിച്ചിട്ടാട്ടോ. കല്യാണം കഴിഞ്ഞ് പുതുമുടികളായതുകൊണ്ട് ഞങ്ങളാണ് കേക്ക് മുറിച്ചത്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും അമ്മ ഉണ്ടാക്കിയ കേക്കും വൈനും കഴിച്ചിരിക്കുന്ന സമയത്താണ് എന്റെ മോസൂട്ടൻ വിളിച്ചത്. അപ്പൊ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, ആരെയും മോസൂട്ടൻ? എന്റെ മൂത്ത ചേട്ടന്റെ കുഞ്ഞാവയാണ് മോസൂട്ടൻ. അപ്പൊ അവന് സാന്റാക്ലോസ് ഗിഫ്റ്റ് കൊടുത്ത് എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാൻ വേണ്ടി വിളിച്ചതാട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ ഉണ്ടാക്കി പിന്നെ നേരെ ഞങ്ങൾ മെയിൻ ഡ്യൂട്ടിയിലേക്ക് കടന്നു. ഫുഡ് കഴിക്കൽ. ക്രിസ്മസ് മുതലായ ആഘോഷങ്ങൾക്ക് ഏറ്റവും മെയിൻ ഫുഡാണല്ലോ. ഫുഡൊക്കെ കഴിഞ്ഞ് കുറച്ചു നേരം സംസാരിച്ചിരുന്നു ഞങ്ങൾ നേരെ ഇറങ്ങി ഗിഫ്റ്റ് വാങ്ങാൻ. എന്ത് വാങ്ങും നല്ല രീതിക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നെങ്കിലും മമ്മിക്ക് ഒരു അടിപൊളി ചുരിദാർ സെറ്റും ഇനൂട്ടിക്ക് ഒരു കുഞ്ഞു ഫ്രോക്കും ഡാഡിക്ക് ഒരു ടീഷർട്ടും വാങ്ങി. ലുലുമോളൊക്കെ നല്ല അടിപൊളിയായി ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഇരുന്ന് ഫോട്ടോ എടുക്കാനൊന്നും ടൈം കിട്ടിയില്ല. അതുകൊണ്ട് നേരെ വിട്ടു വീട്ടിലേക്ക്. ഇതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ പോയി ക്രിസ്മസ് ട്രീയുടെ അടിയിൽ നമ്മൾ ഗിഫ്റ്റ് ഒക്കെ സൂക്ഷിച്ചു വെച്ച് ഇങ്ങനെ കാത്തിരുന്നു. നോക്കിയപ്പോ ആദ്യം മമ്മി വന്നു. മമ്മി വിചാരിച്ചത് ഞങ്ങൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന്. അപ്പൊ മമ്മി കമന്റ് പറഞ്ഞിട്ട് പോണതാട്ടോ കാണുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് മനസ്സിലായി ഇവരെല്ലാവരും വിചാരിക്കും ഞങ്ങൾ ഷൂട്ട് ചെയ്യണം. അപ്പൊ ശരു എന്ത് ചെയ്തു, ഈനൂട്ടിയോട് പറഞ്ഞു ഇതേ ഫ്രണ്ടിൽ ഒരു സാധനം ഇരിക്കണം. അത് മതിയല്ലോ. ഈനൂട്ടി എക്സൈറ്റ്മെന്റോട് ഓടിച്ചാടി വന്നു. അത് ഡാഡിയോടും മമ്മിയോടും പറഞ്ഞു. ഇവരെല്ലാരും തുറന്നു. എല്ലാവരും നല്ല രീതിക്ക് ഷോക്ക് ആയിട്ടോ. കാരണം ആരും എക്സ്പെക്ട് ചെയ്തിരുന്നില്ല ഇങ്ങനെ ഒരു ഗിഫ്റ്റ് ഞങ്ങൾ കൊടുക്കുന്നു. ഈനൂട്ടിക്ക് ഞങ്ങൾ 2 ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. നേരത്തെ കാണിച്ച ഫ്രോക്കും പിന്നെ ഈ ക്രാഫ്റ്റ് പ്രൊഡക്റ്റും. മമ്മിക്ക് മമ്മിയുടെ ചുരിദാർ സെറ്റും ഡാഡിക്ക് ഡാഡിയുടെ ടീഷർട്ടും ഭയങ്കര ഇഷ്ടമായി. ഇനി ബാക്കി വിശേഷങ്ങളായിട്ട് നാളെ കാണാം. ചിൽഡ്രൻ ബൈ.